ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ ഗൗതം വാസുദേവനും കൂടി ചേർന്നിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു പുതിയ സിനിമേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിലർ റിയാക്ഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ആ മൂവീൻ്റെ ട്രെയിലർ റിയാക്ഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കുറേ അഭിപ്രായങ്ങളെല്ലാം ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ഗെറ്റ് റെഡി ഫോർ യുവർ ഫസ്റ്റ് കേസ് വിത്ത് us. How do you do this? ഗോകുൽ സുരേഷ് ഉണ്ടല്ലേ ഇതിൽ? കോൺസെൻട്രേഷൻ. ഹലോ മിസ്റ്റർ ഡൊമിനിക്. തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ. ഒരു സൈഡ് ഞാനൊട്ട്, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പേഴ്സ് കിട്ടിയതാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I'm sure that time is right back. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോഴേ പാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റ്, നമ്മൾ മറ്റേ ഇതിനകത്തേക്ക് കാണുന്ന പോലെ കേസൊന്നും ഇല്ലാണ്ട് വട്ടത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ഏജൻറ്റ്. ആ ഡിറ്റക്റ്റീവ് ഏജൻറ്റിൻ്റെ അമ്മ ഒരു പേഴ്സ് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ പേഴ്സുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും അവസാനം കുറച്ച് കൊലപാതകങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്നറിയത്തില്ല. അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനത്തെ കൂട്ടി 2 മർഡറിൻ്റെ കാര്യമൊക്കെ ഒരു പോലീസുകാരനാണ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കണക്റ്റഡായി എങ്ങനെ വരുന്നു, അതെങ്ങനെയാവും, അവസാനം എങ്ങനെ തെളിയും എന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടി ഇതിനകത്തൊരു പോലീസ് ഓഫീസറായിരുന്നു. പോലീസ് ഓഫീസറിൽ നിന്ന് റിട്ടയർഡ് ആയതാണോ അതോ പുറത്താക്കിയതാണോ അതോ സസ്പെൻഷനിലാണോ എന്നൊക്കെ നമുക്ക് വരുമ്പോഴേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ ഡിറ്റക്റ്റീവ് ഏജൻറ്റായി. അപ്പോൾ ഡിറ്റക്റ്റീവ് ഏജൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് ഗോകുൽ സുരേഷ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിലില്ല എന്നാ പിന്നെ കുറച്ച് പേര് അതിനകത്ത് ഉണ്ട്. നമുക്ക് ജനുവരി 23-ാം തീയതിയാണ് ഇത് റിലീസാവുന്നത്. നമുക്ക് നോക്കിയിരിക്കാം. അടിപൊളി സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗൗതം വാസുദേവൻ മേനോൻ നമുക്കറിയാവുന്ന പോലെ തന്നെ തമിഴിലെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ ആദ്യ ഡെബ്യൂട്ടാണ് മലയാളത്തിൽ. അപ്പം നമുക്ക് അക്ഷമനായി കാത്തിരിക്കാം, എങ്ങനെയുണ്ടെന്നറിയാം. നമുക്ക് 23-ാം തീയതി തന്നെ സിനിമ കാണാൻ പോകണം. എങ്ങനെയുണ്ടെന്നറിയാം. വേൾഡ് വൈഡ് റിലീസാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെയും ഒന്ന് റിലീസാവുമായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. സൈനിങ് ഓഫ്. ബൈ.